പത്മ. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് പിന്നെ ചില കാര്യങ്ങളുണ്ട്. ചാനലിൽ ചെറിയ മാറ്റങ്ങളോടുകൂടി ചില പരിപാടികൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുവഴിയെ പറയാം. ഇന്ന് പുസ്തകം തന്നെയാണ് ഇക്കിഗായ്. ഈ വാക്കും ഈ പുസ്തകവും പലപ്പോഴായിട്ട് പലയിടത്തും കേട്ട് കാണും. ഇതാദ്യം എൻ്റെ കയ്യിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ചെറുതിലേ ഇത് കയ്യിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ ബ്രെയിനൊക്കെ വേറെ രീതിയിൽ വർക്കാവുമായിരുന്നല്ലോ എന്ന് തോന്നിയ അങ്ങനെ ചില പുസ്തകങ്ങളുണ്ട്. അതിലൊന്നാണ് ഇക്കിഗായ്. ഇത് വായിക്കുന്ന അറിയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, എങ്കിലും പരിചയപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ ഈ വീഡിയോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്കോ അറിയാവുന്ന കുട്ടികൾക്കോ അവർക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഇതൊന്നെടുത്ത് വായിക്കാൻ. അങ്ങനെ തോന്നിയാൽ അത് മികച്ചൊരു തീരുമാനമായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു പുസ്തകമാണ്. ഇതൊരു റോഡ് മാപ്പ് കൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള. ഇതൊരു ജാപ്പനീസ് വാക്കാണ് ഇക്കിഗായ്. അത് പുസ്തകത്തിൻ്റെ മുൻപ് തന്നെ എഴുതിയിട്ടുണ്ട് അവർ. ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. ഹെക്ടർ ഗാർഷ്യ ആൻഡ് ഫ്രാൻസിസ്ക് മിറാലസ്, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഭയങ്കര വല്ലാത്തൊരു പുസ്തകമാണ്. വളരെ സിമ്പിൾ റീഡിംഗ് ആണ്. ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ്. എന്നാൽ ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ബ്രെയിനിലേക്ക് കയറുന്ന കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന് ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടിലും ഇവർ തന്നെ ഇതിനെ മനസ്സിലാക്കാൻ, ഒരു കുഞ്ഞിനെ മനസ്സിലാക്കാൻ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊരു ചാർട്ട് ഇതിൻ്റെ ബാക്ക് കവറിൽ ഇട്ടിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ കിട്ടും. ഇക്കിഗായ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇമേജിൽ അടിക്കുമ്പോൾ ഈ ഒരു ഇമേജ് വരും, ഈ കാണുന്ന ഇമേജ്. ഈ ഇമേജ് എന്ന് പറയുന്നത് 4 സർക്കിളായിട്ടാണ് കാണിക്കുന്നത്. 4 വട്ടം. ഇതാ കാണാൻ തോന്നുന്നു. യെസ്, ഇതാ 1, 2, 3, 4. ഇത് ചേർന്ന് ഒരു വലിയൊരു വട്ടം. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങുകയാണല്ലോ. അവർ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ നല്ല രീതിയിൽ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരുന്ന ഒരു കാര്യം. അതെന്തുകൊണ്ട് ജാപ്പനീസ് സീക്രട്ട് എന്ന് അവർ പറയുന്നുണ്ട്. പുസ്തകത്തിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം, ജപ്പാനിലാണ് ഒരുപാട് വർഷം ജീവിച്ച ആൾക്കാരുള്ളത്. 100 വയസ്സിന് മേളിൽ ജീവിച്ച ഒരുപാട് പേര് ഇപ്പോഴും ഉള്ളത് ജപ്പാനിലാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്, ഒക്കിനവ എന്ന് പറഞ്ഞ ജാപ്പനീസ് ഐലൻഡ്. ആ ഐലൻഡിലുള്ള മനുഷ്യരെ കുറിച്ചാണ് അവർ കൂടുതലും പഠിച്ചത് ഈ പുസ്തകത്തിൽ. അങ്ങനെ അവർക്ക് കിട്ടിയ 1, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങൾ അവിടെ താമസിച്ച് ഡോക്യുമെന്റ് ചെയ്ത് അവരിൽ നിന്നും എടുത്ത സീക്രട്ടാണ് നമ്മൾ ഈ എസൻസ് എന്ന് പറയില്ലേ, വൈനെ കൊണ്ടാൻ പോലെ, അങ്ങനെ പിഴിഞ്ഞെടുത്തുണ്ടാക്കിയ പുസ്തകമാണ്. അപ്പോൾ അവരുടെ ആരോഗ്യം, അവരുടെ മനസ്സ്, അവരെങ്ങനെ ചിന്തിക്കുന്നു, 100 വയസ്സ് വരെ ചുമ്മാതെ ജീവിക്കുകയല്ല, ആക്റ്റീവായിട്ട് അലൈവായിട്ട് ജീവിക്കുകയാണ്. അതെങ്ങനെ എന്നുള്ളതാണ് പ്രധാനം. പുസ്തകം തുടങ്ങുന്ന തന്നെ ഈ ഒരു ജാപ്പനീസ് പ്രോവർബാണ്. ഓൺലി സ്റ്റേയിങ് ആക്റ്റീവ് വിൽ മേക്ക് യു വാണ്ട് ടു ലിവ് 100 years. 100 വർഷം ജീവിക്കണമെങ്കിൽ എപ്പോഴും സ്റ്റേയിങ് ആക്റ്റീവ് ആയിരിക്കണം. ഇതാണ് ജാപ്പനീസ് പ്രോവർബ്. ഇങ്ങനെയാണ് പുസ്തകം തുടങ്ങുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രാഫിൽ വരാം. സർക്കിളിൽ 4 സർക്കിളാണ്. ഇത് പഠിച്ചാൽ, ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. കുഞ്ഞുങ്ങളോ നമ്മളോ ഇത് പടം എടുത്ത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് ദിവസം കാണാൻ പറ്റിയ ദാറ്റ്സ് ഇനഫ്. അത് ആദ്യത്തേത് വാട്ട് യു ലവ്. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ. ആ വട്ടത്തിനുള്ളിൽ തന്നെ താഴെയായിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ട് 2 കാര്യം എഴുതിയിട്ടുണ്ട്. ആ ഇഷ്ടമുള്ളതിനെയാണ് പാഷൻ എന്നും മിഷൻ എന്നും അവർ എഴുതിയിരിക്കുന്നത്. ഇനി ആ വട്ടത്തിനെ ഇന്റർ കണക്ട് ചെയ്ത് മറ്റൊരു വട്ടം വരച്ചിട്ടുണ്ട്. വാട്ട് യു ലവ് കഴിഞ്ഞാൽ വാട്ട് ദ വേൾഡ് നീഡ്സ്. അതാണ് നമുക്കിഷ്ടമുള്ളത്. ശരി, പക്ഷെ ലോകത്തിന് അത് ആവശ്യമുണ്ടോ, അതും കൂടെ കണക്കിലെടുക്കണം. അപ്പോൾ പാഷനും മിഷനും ആദ്യമായി. ഇനി മിഷന്റെ പകുതിയാണ് ഈ വാട്ട് ദ വേൾഡ് നീഡ്സ്. അതിനോടൊപ്പം മറ്റൊരു വാക്കും കൂടി ചേർക്കുന്നു, വൊക്കേഷൻ. അപ്പോൾ ആദ്യത്തെ വട്ടം, രണ്ടാമത്തെ വട്ടം ഇന്റർ കണക്റ്റഡ് ആയി. മൂന്നാമത്തത് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. അത് നമ്മളെപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്. ഞാനൊക്കെ മിക്കവാറും ജീവിതം മുഴുവൻ വിട്ടുപോയ കാര്യമാണ്. എനിക്കിഷ്ടമുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ
മറ്റുള്ളവർക്ക്, അതായത് ലോകത്തിന് എന്ത് വേണമെന്ന് ഞാൻ മിസ് ഔട്ട് ചെയ്തു. അത് ചെയ്താൽ മാത്രമേ പെയ്ഡ് ആവൂ. സോ ആ വട്ടം കണക്റ്റഡ് ആയി. അതിൻ്റെ അകത്ത് ഈ വൊക്കേഷനും വന്നു, പുതിയൊരു വാക്ക് വന്നു, പ്രൊഫഷൻ. അതല്ലേ, പ്രൊഫഷനിലൂടെ ആയിരിക്കും നമുക്ക് പണം വരുന്നത്, സമ്പാദ്യം, വെൽത്ത്. 4 വട്ടം. ഇനി ഒരു 4ാമത്തെ വട്ടം വരുന്നുണ്ട് അടുത്തത്, വാട്ട് യു ആർ ഗുഡ് അറ്റ്. അതും കൂടെ ഉണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇഷ്ടമുള്ളത് മനസ്സിലാക്കി, ലോകത്തിന് എന്ത് വേണമെന്നുള്ളത് മനസ്സിലാക്കി, എന്തിനാണ് നമ്മൾ പെയ്ഡ് ഓഫ് ആവുന്നത്, എന്തുകൊണ്ട് നമുക്ക് അതിലൂടെ പണം സമ്പാദിക്കാം, അതും കിട്ടും. 4ാമത്തത്, അത് നമ്മൾ അതിൽ മികച്ചതും ആവണം. എനിക്കിപ്പോൾ കാർ ഓടിക്കാൻ നന്നായിട്ട് അറിയാം, പക്ഷെ കാറുകളെ കുറിച്ച് എനിക്കറിയില്ലെങ്കിലും എന്നെ രണ്ടാണ്. ഡ്രൈവിങ്ങിനെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ കാറുകളെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് പറഞ്ഞാൽ അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. ഞാൻ പറയുന്നൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ്. ചിന്തിച്ചു നോക്കുക. കാർ ഓടിക്കാൻ എനിക്കറിയാം, ഗിയർ ഷിഫ്റ്റിനെ പറ്റി, റോഡ് ട്രാഫിക്കിനെ പറ്റി, ഇതൊക്കെ അറിയാം. പക്ഷെ കാറുകളെ കുറിച്ച് അറിയില്ല. അപ്പോൾ അതെവിടെയോ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി കാറുകളെ കൂടെ കണക്കിലെടുത്താൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അത് ലോകത്തിന് ആവശ്യമുള്ളതുമാണ്, അതിലൂടെ പെയ്ഡും ആവും. സോ ഇതെല്ലാം കണക്റ്റഡ് ആവും. ഈ പ്രൊഫഷനോടൊപ്പം ചേരുന്നതാണ് പാഷൻ. ചുമ്മാ ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല പാഷൻ, അത് പെയ്ഡ് ഓഫ് ആവണം. അപ്പോഴാണ് അത് പ്രൊഫഷൻ ആവുന്നത്. ഞാനൊക്കെ വളരെ മിസ് ഔട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം തോന്നിയ കാര്യം അതാണ്. ഇതൊക്കെ നേരത്തെ കയ്യിൽ വന്നുകൂടെ എന്ന് തോന്നി ഈ പുസ്തകം. അല്ലെങ്കിൽ ഒരു ഗ്രാഫെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ടീഷർട്ടിലെങ്കിലും പ്രിന്റ് ചെയ്തെന്നെങ്കിൽ നമ്മുടെ തലയിൽ വെട്ടം വീണാണ്. ഓക്കെ, അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ ഭയങ്കര രസമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അവസാനം പുസ്തകം കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവർ തന്നെ സിംപ്ലിഫൈ ചെയ്ത് ഇതിൻ്റെ ഒരു 10 റൂൾസ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അതായത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ 10 റൂൾസ് ഓഫ് ഇക്കിഗായ് എന്ന് പറയേണ്ട അവർ തീർക്കുന്നുണ്ട്. പക്ഷെ അത് പുസ്തകമല്ല. പുസ്തകം ഒരിക്കലും റിവ്യൂ ചെയ്യുന്നതോ സമ്മറി ചെയ്യുന്നതോ അല്ല പുസ്തകം. പുസ്തകം ഞാൻ മണപ്പിച്ച് കണ്ട് വായിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. അഥവാ വായിക്കാൻ പറ്റിയെങ്കിൽ ഓഡിയോ ബുക്കെങ്കിലും കേൾക്കുക. പക്ഷേ ഇതിൻ്റെ എസൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്. സോ അവർ തന്നെ പറയുന്ന 10 കാര്യങ്ങളാണ് 10 റൂൾസ്. സ്റ്റേ ആക്റ്റീവ്, ഡോണ്ട് റിട്ടയർ. അതായത് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, ഡോണ്ട് റിട്ടയർ. റിട്ടയർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ റിട്ടയർമെൻ്റ് അല്ല, മെൻ്റലി ഫിസിക്കലി റിട്ടയർമെൻ്റ് ഇല്ലാതെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അവരാദ്യം പറയുന്നത്. രണ്ടാമത്തത് ടേക്ക് ഇറ്റ് സ്ലോ. നമ്മളെല്ലാം ഹറിബറിയിലാണ്, പെട്ടെന്ന് വേണം, അത് വേണം, ഇത് ചെയ്യണം, ഇത് കഴിഞ്ഞാൽ അത് വേണം, മൾട്ടി ടാസ്കിങ്. അവർ പറയുന്നത് ടേക്ക് ഇറ്റ് സ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ജോലി, അമ്മമാർ അടുക്കളയിൽ ചെയ്യുമ്പോൾ പല ജോലി ചെയ്യാറുണ്ട്, പക്ഷെ അവരെപ്പോഴും കോൺസെൻട്രേറ്റഡ് ആണ് അല്ലേ. അവർക്കറിയാം എവിടെ പതുക്കെ പോകണം, എവിടെ സ്പീഡപ്പ് ആക്കണം. സോ ആ 1 മിനിറ്റ് പതുക്കെ നടക്കാൻ നോക്കുക. ആ ചെറിയ കാര്യമെങ്കിലും ടേക്ക് ഇറ്റ് സ്ലോ. അതാണ് ഡോണ്ട് ഫിൽ യുവർ സ്റ്റൊമക്ക്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കൈ കിട്ടുന്നതെല്ലാം നമുക്ക് കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ കഴിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് സ്റ്റഫി ആവാനുള്ള സ്നാക്കും ആഹാരവും എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം മാറ്റി എന്ന് പറയുന്നത്. സോ ചുമ്മാതെ കഴിച്ചു കൂട്ടാതെ ഒരു 80% കഴിക്കാൻ പാടുകയുള്ളൂ, 20% വയറ് ഒഴിച്ചിടുക എന്നവർ പറയുന്നുണ്ട്. 4ാമത്തത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മെഡിസിനാണ് അല്ലേ. നമ്മളുടെ കൂടെ നല്ല സുഹൃത്തുക്കൾ എടുത്ത് പറയുന്നുണ്ട് ഗുഡ് ഫ്രണ്ട്സ് എന്ന്. അപ്പോൾ ആ ഗുഡ് ഫ്രണ്ട്സ് ഏത്, ബാഡ് ഫ്രണ്ട്സ് ഏത് എന്നുള്ളത് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ അത് സ്ലോലി നമുക്ക് മനസ്സിലാവും. അതിന് സ്ലോ ആവശ്യമുണ്ട്. പെട്ടെന്ന് കണ്ടവണ്ണം മനസ്സിലാവില്ല. നമ്മളിലൂടെ അവർക്കും അവരുടെ നമ്മൾക്കും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളും വളർച്ചയും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം, അല്ലാതെ ഉപയോഗമല്ല. സോ അതാണ് 4ാമത്തത്. ഇനി 5ാമത്തത് ഗെറ്റ് ഇൻ ഷേപ്പ് ഫോർ യുവർ നെക്സ്റ്റ് ബർത്ത്ഡേ. അതായത് അടുത്ത പിറന്നാളിന് മുൻപേ അതല്ലെങ്കിൽ അടുത്ത പിറന്നാളിന് വേണ്ടി നിങ്ങളുടെ ശരീരം ഷേപ്പ് ആവുക.
ഷേപ്പാവണമെങ്കിൽ ജിമ്മിൽ പോവുക, ഓടുക, യോഗ ചെയ്യുക, അത് മാത്രമല്ല, അത് കണക്കിലെടുക്കാം. പക്ഷേ ഫിസിക്കാലിറ്റി, ആരോഗ്യം നോക്കുക, ഫിറ്റ്നസ്, അതാണ് ഒരു ഉദ്ദേശിച്ച വാക്ക്. 6, അതായത് സ്മൈൽ, അതായത് ചിരി, പുഞ്ചിരി. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഫിസിക്കലി സയൻറ്റിഫിക്കലി പ്രൂവണാണ് ചിരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. അതിലേറെ അത് നമുക്കൊരു സുഖം തരും. മുമ്പ് നിൽക്കുന്ന ആൾക്ക് അതിലേറെ സുഖം കിട്ടും. ചിരി, സ്മൈൽ, ഒരു ചിലവില്ലല്ലോ എന്ന് പറയില്ലേ, അത്ര തന്നെ സ്മൈൽ. ഇനി 7, റീകണക്ട് വിത്ത് നേച്ചർ. കണക്ട് വിത്ത് നേച്ചർ എന്നല്ല, റീകണക്ട് എന്നവർ എടുത്തെഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ ഡിസ്കണക്റ്റഡ് ആണ് എന്ന് അവർക്കും അറിയാം. അത് ഏത് വഴിയിൽ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യുക. ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും ചെടി വെള്ളം നനയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ചെടി നടുന്നതാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം നമ്മൾ ഇരിക്കുമല്ലോ തുറസായ സ്ഥലത്ത്, അതാവാം, അല്ലെങ്കിൽ വെറുങ്കാലിൽ നടക്കുന്നതാവാം, വാട്ടെവർ. നമുക്ക് പറ്റുന്ന എന്തോ ആ രീതിയിൽ റീകണക്ട് വിത്ത് നേച്ചർ. 8, ഗിവ് താങ്ക്സ്. പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും പല വീഡിയോസും പലരും പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് ആ താങ്ക്സ് ഉണ്ടാക്കിയെടുക്കുക. ഉള്ളിൽ നിന്ന് വരണം ആ ഗിവിങ് താങ്ക്സ്. താങ്ക്സ് ഗിവിങ് ഡേ എന്നൊക്കെ പറഞ്ഞ് തന്നെ ഉണ്ട്, സ്കൂളിലൊക്കെ നടത്തുന്നുണ്ട്. അത് ഉള്ളിൽ നമുക്ക് തോന്നണം. നമുക്ക് എന്നും പ്രാക്ടീസായിട്ട് ഹാബിറ്റായിട്ട് മാറണം. ഒന്നിനും അല്ലെങ്കിലും താങ്ക് യു. പലപ്പോഴും മിസ് ഔട്ട് ചെയ്യും, പിന്നീട് ആലോചിക്കും, ഓ താങ്ക്സ് പറഞ്ഞില്ലല്ലോ. സോ ഗിവ് താങ്ക്സ്. 9, ലിവ് ഇൻ ദ മൊമെന്റ്. ഇത് എന്താണ്, ബുദ്ധിസ്റ്റ് മെഡിറ്റേഷനിലും സെൻ മെഡിറ്റേഷനിലും നമ്മുടെ യോഗയിലും എല്ലാ ഗുരുക്കന്മാരും പറയുന്ന കാര്യമാണ്. പഴയതിലോട്ടും പോയി വീഴരുത്, വരാൻ പോകുന്നതിലോട്ടും പോയി വീഴരുത്. ലിവ് ഇൻ ദ പ്രസന്റ് മൂമെന്റ്. ഇപ്പോഴത്തെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക മനസ്സിനെ ഒരേ രീതിയിൽ. ഇപ്പോൾ മനസ്സിനെ ഇവിടെ കൊണ്ടുവരിക. ഇപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോ നിൽക്കുക, കഴിഞ്ഞതും വരാനുള്ളതിനെ പറ്റിയല്ല ഇപ്പോൾ. അപ്പോൾ അവരെടുത്ത് പറയുന്നുണ്ട്, പഴയ നടന്ന കാര്യങ്ങളെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യാൻ വേണ്ട, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പേടിക്കുകയും വേണ്ട. സ്റ്റേ ഇൻ ദ മൊമെന്റ്. 10, ഫോളോ യുവർ ഇക്കിഗായ്. അതായത് പുസ്തകത്തിൻ്റെ പേര് അവരെടുത്ത് പറയാൻ കാരണം അത് പുസ്തകത്തിൻ്റെ ടോട്ടാലിറ്റി, ആ പുസ്തകത്തിൻ്റെ വാക്കെന്ന് പറയുന്നത് അതാണ്, ഇക്കിഗായ്. ഇക്കിഗായ് എന്താണെന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. ദ പാഷൻ. ദർ ഇസ് എ പാഷൻ ഇൻസൈഡ് യു, എ യുണീക്ക് ടാലന്റ് ദാറ്റ് ഗിവ്സ് മീനിങ് ടു യുവർ ഡേയ്സ് ആൻഡ് ഡ്രൈവ്സ് യു ടു ഷെയർ ദ ബെസ്റ്റ് ഓഫ് യുവർ സെൽഫ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു പാഷൻ. പാഷൻ എന്ന് പറയുന്നത് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ചിലർക്ക് ഇങ്ങനെ കിട്ടും, ചിലർക്ക് കുറേ സമയം എടുക്കും, ലേറ്റ് ബ്ലൂമിങ് ആയിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതിന് മനസ്സിലാക്കിയെടുക്കുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. എന്നാൽ മീനിങ് ഫുള്ളായിട്ടുള്ള ദിവസങ്ങളും രാത്രികളും ജീവിതവുമായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക, നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. സോ അതാണ് ഇക്കിഗൈ. ഒരെടുത്ത് പറയുന്ന വാക്കാണ്. വേറൊരാൾ പറഞ്ഞൊരു വാക്ക് എടുത്ത് പറയുന്നുണ്ട്, യുവർ മിഷൻ ഈസ് ടു ഡിസ്കവർ ഇറ്റ്. അതായത് ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഈസ് യുവർ ഇക്കിഗൈ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കിഗൈ എന്താണെന്ന് അറിയില്ലെങ്കിൽ യുവർ മിഷൻ ഈസ് ടു ഡിസ്കവർ ഇറ്റ്. അതാദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി. കണ്ടെത്തുക, കണ്ടുപിടിക്കുക പോലും അല്ലല്ലേ, ഡിസ്കവറിങ് ആണ്, കണ്ടുപിടിക്കുന്നതല്ല, കണ്ടെത്തുക. അതാണ് ഇക്കിഗൈ. ദയവേത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കുക. കുട്ടികൾക്കെങ്കിലും ഇത് വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയോ ഈ ചാർട്ടെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത് റിക്വസ്റ്റാണ്. ആ ചെറിയ ബ്രെയിനിൽ ആ ചെറിയ പ്രായത്തിൽ ഇത് മനസ്സിലാക്കി കിട്ടിയ ഉണ്ടാകാൻ പോകുന്ന മാജിക്കും സർപ്രൈസും മിറക്കിളും ഒക്കെ ഈ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഒരു 10 വയസ്സുകാരനായ കുട്ടിയായിട്ട് എനിക്ക് തോന്നിയ കാര്യം. സോ ഇക്കിഗയാണ്. വീണ്ടും കാണാം. പത്മ.